പ്രതിപക്ഷം പരാജയമെന്ന് മുരളീധരന് പിന്നാലെ മുസ്ലിം ലീഗും. ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങൾ യു.ഡി.എഫിൽ ഉണ്ടെന്നും മുസ്ലിം ലീഗ്. യു.ഡി.എഫിലെ പ്രശ്നങ്ങൾ കമ്മിറ്റിയിൽ പറയുമെന്ന് കെ.പി.എ. മജീദ് പറഞ്ഞു. നിയമസഭയിൽ നല്ല സ്ട്രോങ് ആയിട്ട് യു.ഡി.എഫ് സജീവമായി നിലകൊണ്ടു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് അത് നമ്മൾ പറയുമ്പോൾ അത് ഈ മുരളീധരൻ പറഞ്ഞതിനെ അനുബന്ധിച്ചുള്ള കാര്യമായിട്ട് വരും. അതുകൊണ്ട് ആ കാര്യത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പ്രതികരിക്കുന്നില്ല. ഒരു സംഗതി കൂടുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഓരോ കക്ഷികളും കക്ഷി നേതാക്കന്മാർ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ട്, ലീഗ് പറഞ്ഞിട്ടുണ്ട്, ഘടകകക്ഷിയെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായതിനെ പറ്റി നമ്മൾ ആ സമയത്ത് തീരുമാനിക്കേണ്ടതാണ്. അതാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് മുരളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ ആസ്പദമാക്കിയുള്ള വാർത്തയായിട്ട് വരും. അതുകൊണ്ട് അതിൽ കക്ഷി ചേരേണ്ടതില്ലെന്നാണ് ലീഗിന് നിലപാട്. അത്രേ ഉള്ളൂ. കോൺഗ്രസിൽ പൊട്ടിത്തെറി കടുക്കുന്നു. കെ മുരളീധരനെ പിന്തുണച്ച് എ ഗ്രൂപ്പ്. കെ.പി.സി.സി പ്രസിഡന്റ് വി.എം. സുധീരന് കത്ത് നൽകി. രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന് കത്തിൽ ആവശ്യം. അതേസമയം സോളാർ കേസിലാണ് നടപടി ആദ്യം വേണ്ടതെന്ന് ഉണ്ണിത്താനും തിരിച്ചടിച്ചു. കെ മുരളീധരനെതിരെയും ഉണ്ണിത്താൻ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കെ മുരളീധരന് മുന്നിൽ നിർത്തി വി.എം. സുധീരന് കടന്നാക്രമിക്കുകയാണ് എ ഗ്രൂപ്പിന്റെ തന്ത്രം. മുരളീധരനെ വിമർശിച്ച രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ നടപടി വേണമെന്ന് എ ഗ്രൂപ്പ് നേതാക്കൾ വി.എം. സുധീരന് കത്തയച്ചു. വക്താവായിരുന്നുള്ള രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം പാർട്ടി അറിഞ്ഞാണോ എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. ഉണ്ണിത്താനെ വിമർശിച്ച് മുരളീധരൻ വീണ്ടും രംഗത്തെത്തി. ഞാൻ അതിനെയൊക്കെ പരമപുച്ഛത്തോടു കൂടിയിട്ടാണുള്ളത്. ഞാനൊരിക്കലും പാർട്ടിക്ക് ഒരിക്കലും ഞാൻ ചീത്തപ്പേരുണ്ടാക്കി കൊടുത്തിട്ടില്ല. എന്നെയൊന്നും ആരും ഒരു കേസിൽ മോറൽ ട്രാഫിക്കിന് എന്നെയൊന്നും ഇതുവരെ പ്രതിയാക്കിയിട്ടില്ല. എനിക്ക് പോലീസ് വണ്ടിയിൽ തലവലിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. കടുത്ത വാക്കുകളിൽ മറുപടിയുമായി രാജ്മോഹൻ ഉണ്ണിത്താനും രംഗത്തെത്തി. സോളാർ ആരോപണത്തിലാണ് ആദ്യം നടപടി വേണ്ടതെന്ന് ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ട് ഉണ്ണിത്താൻ തുറന്നടിച്ചു. ഈ ചിത്രം കണ്ടപ്പോഴാണ് ഞങ്ങളുടെയൊക്കെ തൊലി പൊളിഞ്ഞു പോയത്. ശ്രീ കെ കരുണാകരൻ്റെ ശ്രാദ്ധം നടക്കുമ്പോൾ മകൻ ഷാർജയിൽ പല്ലലിച്ചു നിൽക്കുന്ന ചിത്രമാണിത്. പിണറായി വിജയനോടൊപ്പം എങ്ങനെ ഒരു കോൺഗ്രസ്സുകാരന് സഹിക്കാൻ പറ്റും? ഓക്കെ, കോട്ടും ഷൂട്ടും ഒക്കെ ഇട്ട് പിണറായി വിജയനോടൊപ്പം അദ്ദേഹം സന്തോഷിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ. സോളാർ കേസിൽ ഇവിടെ കുറേ ആളുകൾക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ അവളെ മാനഭംഗപ്പെടുത്തിയെന്ന്, അവിടെ കാശ് തട്ടിയെടുത്തെന്ന്. ഈ പാർട്ടി എത്ര പേർക്കെതിരെ അന്വേഷണം വെച്ചു? എത്ര പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു? ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ഒരു അന്വേഷണം ഈ പാർട്ടി നടത്തിയോ? അപ്പോൾ ഒരു പാർട്ടിക്കകത്ത് രണ്ട് കച്ചവടമാണ്, ഒരു ത്രാസിൽ രണ്ട് കച്ചവടമാണ്. പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കുന്നതിന് രമേശ് ചെന്നിത്തല നടത്തിയ നീക്കം ഇതുവരെ വിജയം കണ്ടിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തി. അതേസമയം കെ മുരളീധരന്റെയും മുസ്ലിം ലീഗിന്റെയും വിമർശനങ്ങളെയും അഭിപ്രായത്തെയും പോസിറ്റീവായി എടുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനുവരി 3-ന് യു.ഡി.എഫ് യോഗം ചേർന്ന് സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ.പി.എ. മജീദ് നടത്തിയ പ്രസ്താവന ഇങ്ങനെ: നിയമസഭയിൽ നല്ല സ്ട്രോങ് ആയിട്ട് യു.ഡി.എഫ് സജീവമായി നിലകൊണ്ടു. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒരു സംഗതി കൂടുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഓരോ കക്ഷികളും കക്ഷി നേതാക്കന്മാർ നിലപാട് പറഞ്ഞു. കോൺഗ്രസ് നിലപാട് പറഞ്ഞിട്ടുണ്ട്, ലീഗ് പറഞ്ഞിട്ടുണ്ട്, ഘടകകക്ഷിയെ പറഞ്ഞിട്ടുണ്ട്. കൂട്ടായതിനെ പറ്റി നമ്മൾ ആ സമയത്ത് തീരുമാനിക്കേണ്ടതാണ്. അതേസമയം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം നടക്കുന്നില്ലെന്ന പ്രസ്താവനയ്ക്ക് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മറുപടി ഇത്തരത്തിലായിരുന്നു. കെ.പി.സി.സിയുടെ നേതൃത്വം കൊടുക്കുന്ന വി.എം. സുധീരൻ കെ.പി.സി.സി പരിപാടികളിട്ട് മുന്നോട്ട് പോകുന്നു, യു.ഡി.എഫ് പരിപാടികളിടുന്നു. ഈ സമരപരിപാടികൾ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. അതിന് കുറെ കൂടി ശക്തമായി മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് വളരെ വളരെ പോസിറ്റീവായൊരു സമീപനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുസ്ലിം ലീഗിന്റെയും കെ മുരളീധരന്റെയും വിമർശനത്തെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നു. ജനുവരി 3-ന് ചേരുന്ന യു.ഡി.എഫ് യോഗത്തിൽ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭം ചർച്ച ചെയ്യുമെന്നും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം 6 മാസത്തിനുള്ളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ നടത്തി. ശക്തമായ പ്രക്ഷോഭം വേണമെന്ന ആവശ്യം സ്വാഭാവികമാണെന്നും മുസ്ലിം ലീഗ് ഹൈപ്പവർ കമ്മിറ്റി അംഗം പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. യു.ഡി.എഫിൽ വഴക്കില്ലെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിലെ വഴക്കിൽ പങ്കുചേരാനില്ലെന്നും കൂട്ടിച്ചേർത്തു. ഞാൻ ആ വഴക്കിലൊന്നും പങ്കുചേരാനില്ല. മധ്യസ്ഥ വഹിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. 3-ാം തീയതി യോഗം ചേർന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ യു.ഡി.എഫിലുണ്ട്. കൂടുതൽ ശക്തമായ പ്രക്ഷോഭം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം കെ മുരളീധരന്റെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായാണ് ആർ.എസ്.പിയും രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യമനിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി വൈദികൻ ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ്. സഹായം അഭ്യർത്ഥിക്കുന്ന ഫാദർ ടോം ഉഴുന്നാലിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടുവെന്നും എല്ലാ ഇന്ത്യക്കാരുടെയും ജീവൻ സർക്കാരിന് ഒരുപോലെ വിലപ്പെട്ടതാണെന്നും സുഷമ സ്വരാജ് ട്വീറ്റ് ചെയ്തു.
കഴിഞ്ഞ മാർച്ച് മാസം യമനിലെ ഏദനിൽ നിന്നും ഭീകരർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിൽ മോചനത്തിനായി സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചത്. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി സർക്കാർ എല്ലാ ശ്രമവും തുടരുകയാണ്. എല്ലാ ഇന്ത്യക്കാരുടെയും ജീവൻ സർക്കാരിന് ഒരുപോലെ വിലപ്പെട്ടതാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കി. ഫാദറിന്റെ മോചനത്തിനായി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും യമനിലെ പ്രാദേശിക ഭരണകൂടവുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് ഇന്നലെ അറിയിച്ചിരുന്നു. തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും കത്തോലിക്ക സഭയും ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൽ ഫാദർ ടോം ഉഴുന്നാലിൽ കുറ്റപ്പെടുത്തിയത്. ഇന്ത്യക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഈ ഗതി വന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ആരോഗ്യം മോശമാണെന്നും വൈദ്യസഹായം വേണമെന്ന അഭ്യർത്ഥനയും 5 മിനിറ്റിലേറെ ദൈർഘ്യമുള്ള വീഡിയോ സന്ദേശത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഫാദർ ടോം ഉഴുന്നാലിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൊച്ചിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ടോം ഉഴുന്നാലിന്റെ മോചനത്തിന് ശ്രമിക്കുമെന്ന് മന്ത്രി അറിയിച്ചതായി കർദിനാൾ പറഞ്ഞു. Get me released and save my life. I need your help. യമനിൽ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ മലയാളി പുരോഹിതൻ ഫാദർ ടോം ഉഴുന്നാൽ സഹായത്തിനായി കേഴുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. തന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാരും ഫ്രാൻസിസ് മാർപ്പാപ്പയും അടിയന്തരമായി ഇടപെടണമെന്നും ഫാദർ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നയതന്ത്ര ഇടപെടലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാദർ ടോമിന്റെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ കഴിയുന്നതെല്ലാം ചെയ്യാമെന്ന് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു. The information is concerned, video is concerned, we definitely look after and we will do whatever I can do. ഫാദറിന്റെ മോചനത്തിനായി പരിശ്രമിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കർദിനാൾ ജോർജ് ആലഞ്ചേരിയും പറഞ്ഞു. മാക്സിമം സപ്പോർട്ട് അതിനുവേണ്ടി ചെയ്യുമെന്നും പരിശ്രമിക്കുന്നുണ്ടെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. വത്തിക്കാൻ്റെ ഇടപെടൽ കൊണ്ടല്ല അദ്ദേഹം സൂചിപ്പിക്കുന്ന ഫ്രഞ്ച് വനിതയുടെ വിമോചനവും നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഫ്രഞ്ച് ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് പ്രതിസന്ധിയിൽ വിശദീകരണം നൽകാനായില്ലെങ്കിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലാണ് രാജി ആവശ്യം ഉന്നയിച്ചത്. ഇടത് പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പ്രധാനമന്ത്രി രാജിവെക്കുന്നതുവരെ രാജ്യവ്യാപക പ്രതിഷേധം നടത്തുമെന്നും സംയുക്ത പ്രസ്താവന. അതേസമയം നീതി ആയോഗിലെ സാമ്പത്തിക വിദഗ്ധരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ചുള്ള DJ പാർട്ടികൾക്ക് കൊച്ചിയിൽ നിരോധനം. പൂർണ്ണ വെളിച്ചത്തിൽ 12:30 വരെ നീളുന്ന സംഗീത പരിപാടികൾ നടത്താൻ ഹോട്ടൽ റിസോർട്ട് ഉടമകൾക്ക് പോലീസ് അനുമതി നൽകി. ഹോട്ടലുകളിലും റിസോർട്ടുകളിലും നടക്കുന്ന പുതുവത്സരാഘോഷം പൂർണ്ണ വെളിച്ചത്തിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും പങ്കെടുക്കാവുന്നതുമായിരിക്കണം. മയക്കുമരുന്ന് ഉപയോഗം നടക്കുന്നില്ല എന്ന് ഹോട്ടൽ റിസോർട്ട് ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും കൊച്ചി സിറ്റി കമ്മീഷണർ MP ദിനേശ് നിർദ്ദേശിച്ചു. ഹൗസ് ബോട്ടുകളിലും ദ്വീപുകളിലും നടക്കുന്ന ആഘോഷ പരിപാടികൾ നിരീക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒന്നാമത് DJ പാർട്ടി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അത് മ്യൂസിക്കൽ പാർട്ടീസൊക്കെ അവർക്ക് നടത്താമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം DJ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് നടത്തുന്ന ഒരു പാർട്ടിയാണ് ശരിക്കും. ഫാമിലിയിൽ എന്ന് പറയുകയാണെങ്കിൽ എന്താ കൊച്ചുകുട്ടി മുതൽക്ക് ഏറ്റവും പ്രായമായ എന്ന് പറയുകയാണെങ്കിൽ വീട്ടിലെ പ്രായമായ മെമ്പർ കൂടി കുടുംബസമേതം പങ്കെടുക്കാവുന്ന പാർട്ടികൾ നടത്തുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. കാരണം ഡിം ലൈറ്റിലായിരിക്കില്ല. അതേപോലെ CCTVയുടെ സർവൈലൻസ് ഉണ്ടായിരിക്കണം. പാർട്ടി എന്ന് പറഞ്ഞാൽ 12:30 മണിയാകുമ്പോഴേക്കും എല്ലാ പാർട്ടിയും ക്ലോസ് ചെയ്ത് 1 മണിയാകുമ്പോഴേക്കും വന്ന ആൾക്കാരെ ഡിസ്പേഴ്സ് ചെയ്യണം. മദ്യം അബ്കാരിയുടെ റൂൾസ് പ്രകാരം എത്ര നേരം സർവ് ചെയ്യാന്ന് വെച്ചാൽ ഇത് പ്രകാരം ചെയ്യാറ് ശരിക്കും അബ്കാരി ആക്ട് പ്രകാരം. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുമെന്ന് ഹോട്ടൽ റിസോർട്ട് ഉടമകൾ വ്യക്തമാക്കി. ലോ ആൻഡ് ഓർഡർ തകർത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും ഹോട്ടൽസ് നിൽക്കുകയില്ല. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവേയില്ലെന്നുള്ളതാണ് ഇപ്പോഴത്തെ മീറ്റിംഗിലുള്ള തീരുമാനം. പുതുവത്സരാഘോഷ പരിപാടികളിൽ വൻതോതിൽ മയക്കുമരുന്ന് ഉപയോഗം നടക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് ഹോട്ടൽ റിസോർട്ട് ഉടമകളുടെ യോഗം വിളിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നോട്ട് നിരോധനത്തിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നീതി ആയോഗിലെ സാമ്പത്തിക വിദഗ്ധരുമായി നടത്തിയ പ്രാഥമിക ചർച്ച പൂർത്തിയായി. 15 സാമ്പത്തിക വിദഗ്ധർ പങ്കെടുക്കുന്ന യോഗത്തിൽ ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കാനുള്ള മാർഗങ്ങളും 2017-18 ബജറ്റിനെ കുറിച്ചും ചർച്ച ചെയ്യും. 15 വർഷത്തെ വികസനത്തിനായി തയ്യാറാക്കിയ സമീപന രേഖയും തുടർ ചർച്ചയിൽ ഉൾപ്പെടുത്തും. നോട്ട് പ്രതിസന്ധിയിൽ LDF നടത്തുന്ന മനുഷ്യച്ചങ്ങല വൻ വിജയമാക്കണമെന്ന് കൺവീനർ വൈക്കം വിശ്വൻ. മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിന് താക്കീതായി മാറുമെന്നും വൈക്കം വിശ്വൻ പ്രസ്താവനയിൽ പറഞ്ഞു. രാജ്ഭവൻ മുതൽ കാസർഗോഡ്
ടൗൺ വരെയാണ് മനുഷ്യച്ചങ്ങല. വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് 700 കിലോമീറ്റർ നീളത്തിൽ മനുഷ്യച്ചങ്ങല തീർക്കും. വിശദീകരണവുമായി തമിഴ്നാട് മുൻ ചീഫ് സെക്രട്ടറി രാമമോഹൻ റാവു. അനധികൃതമായി തന്റെ വീട്ടിൽ നിന്നും ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും തന്റെ മകന്റെ പേരിലാണ് സെർച്ച് വാർ ഉണ്ടായിരുന്നത് എന്നും രാമമോഹൻ റാവു പറഞ്ഞു. തനിക്കെതിരായ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്നും ആഭ്യന്തര സെക്രട്ടറിയുടെ അനുമതിയില്ലാതെയായിരുന്നു റെയ്ഡെന്നും രാമമോഹൻ റാവു ചെന്നൈയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Is it not a constitutional assault? Where is the state government? What role the government of India or its departments of business to enter? If Honorable Madam was alive, anybody has got the guts to enter the secretariat. CRPF enters the secretariat. What guts they have got? It is the state government. It is the state elected by the people of Tamil Nadu. What business CRPF got into Chief Secretary's chamber? What business they have got? Whose permission they have got? Did they get the Honorable Chief Minister's permission to enter to my room? And what did they find? They find nothing. കേരളത്തിലെ മികച്ച ഡോക്ടർമാർക്കായുള്ള കൈരളി പീപ്പിൾ ഡോക്ടേഴ്സ് പുരസ്കാരം കൊച്ചിയിൽ വിതരണം ചെയ്തു. സർക്കാർ മേഖലയിൽ നിന്ന് ഡോക്ടർ നൂന മാജിക്കും സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരത്തിനും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറിനും കൈരളി TV ചെയർമാൻ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിച്ചു. ത്യാഗത്തെയും മനുഷ്യത്വത്തെയും നെഞ്ചേറ്റി സമൂഹത്തിനാകെ മാതൃകയാകുന്ന നേട്ടങ്ങൾ കൊയ്ത 3 മഹനീയ വ്യക്തിത്വങ്ങളെയാണ് കൈരളി പീപ്പിൾ TV ആദരിച്ചത്. കൊച്ചി IMA ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയാണ് ജേതാക്കൾക്ക് പത്മശ്രീ മമ്മൂട്ടി പുരസ്കാരങ്ങൾ സമ്മാനിച്ചത്. ആരോഗ്യമന്ത്രി KK ശൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മേഖലയിലെ മികച്ച ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ നൂന മാർജയ്ക്ക് സമ്മാനിച്ചു. പുരസ്കാരം സമ്മാനിക്കുന്നത് പത്മശ്രീ മമ്മൂട്ടി, കീർത്തിപത്രം സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീമതി KK ശൈലജ ടീച്ചർ, ക്യാഷ് അവാർഡ് സമ്മാനിക്കുന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ്. സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറവും സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറും പുരസ്കാരം ഏറ്റുവാങ്ങി. യുവചികിത്സാ സംരംഭകനുള്ള ക്വാളിറ്റി ഹെൽത്ത് കെയർ ഓൺട്രപ്രണർഷിപ്പ് അവാർഡ് VPS ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംസീർ വയലിലിന് സമ്മാനിച്ചു. ജനകീയ നാമനിർദ്ദേശത്തിലൂടെ ലഭിച്ച നിരവധി അപേക്ഷകൾ പരിഗണിച്ചാണ് കേരള സർവകലാശാല മുൻ VCയും പ്ലാനിംഗ് ബോർഡ് അംഗവുമായ ഡോക്ടർ B ഇക്ബാൽ, ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡയറക്ടർ ഡോക്ടർ ആശാ കിഷോർ എന്നിവരടങ്ങിയ വിദഗ്ധ സമിതി അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. കൊച്ചി മേയർ സൗമിനി ജെയിൻ, IMA പ്രസിഡന്റ് ഡോക്ടർ നാരായണൻ, A വിജയരാഘവൻ, PA സിദ്ധാർത്ഥ മേനോൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. കൈരളി TV നൽകിയ അംഗീകാരം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ വലിയ ആവേശവും പ്രചോദനവും നൽകുന്നതായി പുരസ്കാര ജേതാക്കൾ. കൈരളി TV 3ാമത് ഡോക്ടേഴ്സ് പുരസ്കാരദാന ചടങ്ങ് പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായി. ജീവിതത്തിൽ തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമാണ് കൈരളി TV നൽകിയ അവാർഡെന്ന് പുരസ്കാര ജേതാക്കളിൽ ഒരാളായ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പറഞ്ഞു. ഹൃദയവും കൃഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വിവരിച്ച ഡോക്ടർ ജൈവ കൃഷി രംഗത്ത് മമ്മൂട്ടി വലിയ പ്രചോദനമായെന്നും സൂചിപ്പിച്ചു. ഇന്ന് നൽകിയ ഈ അംഗീകാരം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ഇത് കേരളത്തിലെ വൈദ്യശാസ്ത്രത്തിന് കിട്ടിയ വലിയ അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു. നിങ്ങൾ നൽകിയ ഈ അംഗീകാരം ഈ മെഡിക്കൽ വൈദ്യശാസ്ത്ര രംഗത്തിന് വലിയ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ ഈ അവാർഡ് സഹായകമായെന്ന് അവാർഡ് നേടിയ ഡോക്ടർ നൂന മാർജ പറഞ്ഞു. നമ്മുടെ ഒഫീഷ്യൽ രീതിയിലുള്ള പല സമ്മർദ്ദങ്ങളിലൂടെയും കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സമ്മർദ്ദങ്ങളൊക്കെ ചെറുത്ത് നിൽക്കാൻ എനിക്ക് ഈ അവാർഡ് സഹായമാണ്. അറിയപ്പെടാത്ത ഡോക്ടർമാർക്ക് വലിയ പ്രചോദനമാണ് കൈരളി TV ഡോക്ടേഴ്സ് അവാർഡെന്ന്
പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് ഡോക്ടർ എസ് അബ്ദുൽ ഖാദറും പറഞ്ഞു. എന്നെപ്പോലെ അറിയപ്പെടാത്ത ഡോക്ടർമാർക്ക് വലിയൊരു പ്രചോദനമാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് പേര് അവാർഡ് കിട്ടുന്നവരുണ്ട്. എല്ലാ മാസവും അവാർഡ് കിട്ടുന്ന ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ ഒരിക്കൽ പോലും ജീവിതത്തിൽ അവാർഡ് കിട്ടാത്തവരുണ്ട്, എന്നാൽ ഇഷ്ടംപോലെ സർവീസ് ചെയ്യുന്നവർ. അപ്പം അങ്ങനെയുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള കൈരളി TV-യുടെ ഈ ശ്രമം വളരെ ശ്ലാഘനീയമാണ്. കൈരളി TV 3ാമത് ഡോക്ടേഴ്സ് അവാർഡിന് പ്രൗഢഗംഭീരമായ സദസ്സാണ് സാക്ഷിയായത്. പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്, ഔഷധി ചെയർമാൻ ഡോക്ടർ KR വിശ്വംഭരൻ, ലിസി ആശുപത്രി ഡയറക്ടർ ഫാദർ തോമസ് വൈക്കത്ത് പറമ്പിൽ, ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ മേധാവി ES ജോസ്, ഡോക്ടർ KS ഡേവിഡ് തുടങ്ങിയവർ ചടങ്ങിനെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.